നമസ്കാരം, ഷെയർ പോസ്റ്റ് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരുടെയും മനം കവർന്നിരിക്കുകയാണ് പഞ്ച് എന്ന കുട്ടിക്കുരങ്ങൻ. ആദ്യം വേദനിപ്പിച്ചു അവൻ നമ്മെ, പിന്നീട് നമ്മളെ വളരെയധികം ആശങ്കപ്പെടുത്തി. അതിനുശേഷം ഇപ്പോൾ ആശ്വാസം അവന് കൂട്ടുകാരെയൊക്കെ കിട്ടിയിരിക്കുന്നു. എന്താണ് പഞ്ച്? ആരാണ് പഞ്ച്? എന്താണ് പഞ്ചിന്റെ പിന്നിലുള്ള കഥ? നോക്കാം. അമ്മക്കുരങ്ങൻ ഉപേക്ഷിച്ചതിനെ തുടർന്ന് ഒരു പാവക്കുട്ടിയെ തന്റെ അമ്മയായി സ്വീകരിച്ച പഞ്ച് എന്ന കുട്ടിക്കുരങ്ങന്റെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസം തരംഗമായിരുന്നു. ജപ്പാനിലെ ഇച്ചിക്കാവ സിറ്റി മൃഗശാലയിലെ ജാപ്പനീസ് മക്കാക്ക് വിഭാഗത്തിൽപ്പെട്ട കുരങ്ങനാണ് പഞ്ച്. പാവക്കുട്ടിയെ കെട്ടിപ്പിടിച്ചിറങ്ങുന്ന പഞ്ചിന്റെ ദൃശ്യങ്ങൾ നമ്മളെല്ലാവരെയും, ലോകമെമ്പാടുമുള്ളവരെ വലിയ രീതിയിലാണ് വിഷമിപ്പിച്ചത്. വൈകാരികമായി നമ്മൾ പ്രതികരിക്കുകയും ചെയ്തു. 2025 ജൂലൈയിലാണ് പഞ്ച് ജനിക്കുന്നത്. പ്രസവിച്ച ഉടൻ തന്നെ അമ്മക്കുരങ്ങ് പഞ്ചിനെ ഉപേക്ഷിച്ചു. കുഞ്ഞിന്റെ ജീവൻ നിലനിർത്താൻ മൃഗശാല അധികൃതർ അവനെ ഏറ്റെടുത്ത് വളർത്തുകയും ചെയ്തു. ഒറ്റപ്പെട്ടു പോയി പഞ്ച് അമ്മ പോയതോടെ ആശ്വാസമേകാൻ അധികൃതർ അവന്റെ കൂട്ടിലേക്ക് ഒരു പാവക്കുട്ടിയെ ഇട്ട് നൽകി. നമ്മൾ കണ്ട കാഴ്ചയാണ്. അതായത് ഈ കൂട്ടിലുള്ള മറ്റു കുരങ്ങുകളെല്ലാം പഞ്ചിനെ ഉപദ്രവിക്കുന്നു. പഞ്ച് വളരെയധികം വേദനയോടെ ഓടുന്നു. ആ കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. പഞ്ചിന്റെ ഏകാന്തത മാറ്റാൻ വേണ്ടിയിട്ടായിരുന്നു ഒരു പാവക്കുട്ടിയെ, ഒറാങ്കൂട്ടാൻ പ്ലഷ് ടോയിയെ പഞ്ചിന് നൽകിയത്. പിന്നീട് പഞ്ച് അതിനെ കെട്ടിപ്പിടിച്ചുറങ്ങുന്നതും മറ്റുള്ളവർ തന്നെ ഉപദ്രവിക്കുമ്പോൾ ആ പാവക്കുട്ടിയുമായി എടുത്തുകൊണ്ട് ഓടി മറ്റൊരിടത്ത് അഭയം തേടുന്നതും ഒക്കെ നമ്മൾ കണ്ടു. നമ്മളെ വലിയ രീതിയിലാണ് ആ കാഴ്ചകളൊക്കെ വേദനിപ്പിച്ചത്. എന്തായാലും ആ പാവയെ തന്റെ അമ്മയെ പോലെ തന്നെ പഞ്ച് സ്നേഹിക്കാനും എപ്പോഴും ആ പാവയെ കെട്ടിപ്പിടിച്ചു ഉറങ്ങുന്നതും ഒപ്പം കൊണ്ട് നടക്കുന്നതും ഉറങ്ങുന്നതും എല്ലാം നമ്മൾ കണ്ടതാണ്. ഇതോടെ ഹാങ് ഇൻ ദെയർ പഞ്ച് എന്ന ഹാഷ്ടാഗും സോഷ്യൽ മീഡിയയിൽ വൈറലായ കാഴ്ചകൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. കുറച്ചു കാലം പാവക്കുട്ടിക്കൊപ്പം കഴിഞ്ഞ പഞ്ച് ഇപ്പോൾ തന്റെ കുരങ്ങൻ കൂട്ടത്തിലേക്ക് പതുക്കെ എത്തിയിരിക്കുകയാണ്. അതായത് ചില കുരങ്ങന്മാരെല്ലാം അതിനെ അടുപ്പിച്ചില്ല, അതിനെ ഉപദ്രവിക്കുന്നു, അതിനെ ഓടിക്കുന്നു. പക്ഷെ അതിനെ അനുനയിപ്പിക്കുന്ന ചില കുരങ്ങുകളെ ആ കൂട്ടിലേക്ക് അധികൃതർ അയച്ചിരിക്കുകയാണ്. മറ്റു കുരങ്ങന്മാർ പഞ്ചിനെ തലോടുന്നതും അവനോടൊപ്പം കളിക്കുന്നതും മൃഗശാല അധികൃതർ നിരീക്ഷിച്ചിരിക്കുകയാണ്. അതിന്റെ വീഡിയോകൾ ഇപ്പോൾ വലിയ ആശ്വാസമാണ് നമുക്ക് നൽകുന്നത്. പഞ്ച് ഒറ്റയ്ക്ക് അവിടെ നിൽക്കുന്ന, ഈ പാവക്കുട്ടിയുമായി ഒറ്റയ്ക്ക് മാറി നിൽക്കുന്ന, പ്രത്യേകിച്ച് ഇപ്പോൾ പ്രസവിച്ച് വന്ന കുട്ടിയാണ്. അപ്പോൾ അമ്മയുടെ സ്നേഹം കിട്ടേണ്ട സമയമാണ്. അപ്പോൾ ആ സമയത്ത് അതിന് ആ ഒരു പഞ്ച് കുരങ്ങനെ ആ ഒരു അമ്മയുടെ സ്നേഹം കിട്ടാത്തത് കൊണ്ട് തന്നെ അതിന്റെ അഭാവം അതിനെ നേരിട്ടിരുന്നു. പക്ഷെ എന്തായാലും അമ്മയല്ല എങ്കിലും മറ്റു കൂട്ടുകാർ, അതായത് കുരങ്ങു വർഗത്തിൽപ്പെട്ട മറ്റു കുരങ്ങുകൾ പഞ്ചിനെ സ്വീകരിച്ചു തുടങ്ങി, അതിനെ ആശ്വസിപ്പിച്ചു തുടങ്ങി. കൂട്ടുകാരെ കിട്ടി. തന്റെ പ്രിയപ്പെട്ട പാവക്കുട്ടി എന്തായാലും പഞ്ച് വിട്ടുപിരിഞ്ഞിട്ടില്ല. ഈ കാഴ്ചകളൊക്കെ നമ്മളെ അതിശയിപ്പിക്കുകയാണ്. ജപ്പാനിലെ ഇച്ചിക്കാവ സിറ്റി മൃഗശാലയിൽ നിന്നുള്ള പഞ്ച് കുൻ എന്ന 7 മാസം പ്രായമുള്ള മക്കാക്കുരങ്ങന്റെ അതിജീവനവും അതിനുണ്ടായ വലിയ സ്വീകാര്യതയും അത് നമുക്ക് മുന്നിൽ വയ്ക്കുന്ന പാഠവും ഒക്കെ നമ്മളെ വലിയ രീതിയിലാണ് സ്വാധീനിച്ചിരിക്കുന്നത്. അമ്മ ഉപേക്ഷിച്ചതിനെ തുടർന്നാണ് മൃഗശാലയിൽ പഞ്ച് ഒറ്റപ്പെട്ടത്. മറ്റു കുരങ്ങുകൾ തന്നെ സ്വീകരിക്കാത്തതിൽ വലിയ മാനസിക വിഷമം പഞ്ച് നേരിട്ടു. ആ സമയത്ത് ഒരു സ്റ്റഫ് ചെയ്ത ഒറാങ്ങുട്ടാൻ കളിപ്പാട്ടത്തെ അമ്മയായി കരുതി അതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പഞ്ചിന്റെ വീഡിയോ നമ്മളെല്ലാവരുടെ നെഞ്ചു പിടിച്ച് ഉലയ്ക്കുന്നുണ്ടല്ലേ. മാത്രമല്ല ഈ ആഹാരമിടാൻ വേണ്ടി അവിടേക്ക് വരുന്ന മൃഗശാല ജീവനക്കാരിൽ ഒരു പയ്യന്റെ കാലിൽ പഞ്ച് അള്ളി പിടിച്ചിരിക്കുന്ന കാഴ്ച, അതായത് ആ ജീവനക്കാരനെ കാണുമ്പോൾ പഞ്ച് ഓടിച്ചെല്ലുന്നതും ആ ജീവനക്കാരന്റെ ദേഹത്ത് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. അപ്പോൾ ഇതൊക്കെ വലിയ രീതിയിലുള്ള ഒരു മാനസികമായിട്ടുള്ള ചില വിഷമം, അതുപോലെ തന്നെ ഒരു ആശങ്ക, ആ കുരങ്ങിന്റെ കാര്യത്തിൽ ഒരു ആശങ്കയൊക്കെ നമുക്കുണ്ടാക്കുന്ന സാഹചര്യത്തിലേക്ക് നയിച്ചിരുന്നു. എന്തായാലും തുടക്കത്തിൽ മറ്റു കുരങ്ങുകൾ പഞ്ചിനെ അകറ്റി നിർത്തുകയും ചില മുതിർന്ന കുരങ്ങുകൾ അക്രമാസക്തമായി പെരുമാറുകയും ചെയ്തിരുന്നു. മറ്റു കുഞ്ഞുങ്ങളുമായി കൂട്ടുകൂടാനുള്ള പഞ്ചിന്റെ ശ്രമങ്ങൾ പരാജയപ്പെട്ടപ്പോഴാണ് ഈ പാവക്കുട്ടിയെ അവന് കിട്ടിയതും അവൻ അതിൽ ഒരു കൂട്ട് കണ്ടെത്തിയതും. എന്തായാലും പഞ്ചിന്റെ പെരുമാറ്റം ശ്രദ്ധിച്ച മൃഗശാല അധികൃതർ അവൻ നേരിടുന്ന സാമൂഹിക വെല്ലുവിളികളെ കുറിച്ചും മറ്റു കുരങ്ങുകൾ അവനെ ശകാരിക്കുന്നതിന്റെയും കാരണങ്ങളെക്കുറിച്ചും കൃത്യമായ വിശദീകരണം ഒക്കെ നൽകിയിട്ടുണ്ട്. ദിവസങ്ങൾ നീണ്ട കാത്തിരിപ്പിനും നിരാശയ്ക്കുമൊടുവിൽ പഞ്ചിനെ അവന്റെ വർഗ്ഗക്കാർക്കിടയിലേക്ക് സ്വീകരിക്കുന്ന സന്തോഷ വാർത്തയാണ് പുറത്തു വന്നത്. ഓൻസിംഗ് എന്ന മുതിർന്ന കുരങ്ങൻ പഞ്ചിനെ ചേർത്ത് പിടിക്കുകയും ഊഷ്മളമായി അർപ്പിച്ചു. ഓൻസിംഗ് എന്ന മുതിർന്ന കുരങ്ങൻ പഞ്ചിനെ ചേർത്ത് പിടിക്കുന്നു, ആലിംഗനം ചെയ്യുന്നു, അടുപ്പിക്കുന്നു, കൊണ്ടു നടക്കുന്നു. ആ കാഴ്ചയൊക്കെ നമുക്ക് വലിയ ആശ്വാസമാണ് നൽകിയിരിക്കുന്നത്. സ്നേഹത്തോടെയും സുരക്ഷിതമായും ഒരു മുതിർന്ന കുരങ്ങന്റെ കൈകളിൽ പഞ്ചിരിക്കുന്ന കാഴ്ച നമുക്ക് വലിയധികം സന്തോഷം നൽകുന്നുണ്ട്. താൻ അനുഭവിച്ച ഏകാന്തതയിൽ നിന്നും ഭയത്തിൽ നിന്നും പഞ്ച് മോചിതനായിരിക്കുന്നു എന്നതും ഏറെ ആശ്വാസകരം.
മാത്രമല്ല വേറൊരു വീഡിയോയിൽ മുതിർന്ന കുരങ്ങുകളൊക്കെ പഞ്ചിനെ വളരെയധികം പരിചരിക്കുന്നതും സൗമ്യമായി പഞ്ചിനോട് ഇടപെടുന്നതും ഒക്കെ കാണാം. കുരങ്ങുകളുടെ ലോകത്ത് പരസ്പരമുള്ള വിശ്വാസം വളർത്തുന്നതിനും ബന്ധങ്ങൾ ശക്തമാക്കുന്നതിനും ഉപയോഗിക്കുന്ന പ്രധാന മാർഗമാണ് ഈ പരിചരണം. പഞ്ച് പടിപടിയായി തന്റെ സംഘത്തിലേക്ക് പൊരുത്തപ്പെടുന്നുണ്ട്. ഇത് ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് പഞ്ചിനെ കുറിച്ച് ആലോചിച്ച് ഉറക്കം നഷ്ടപ്പെട്ട ഒരുപാട് പേർക്ക് വലിയ രീതിയിലുള്ള ആശ്വാസവും നൽകുന്നുണ്ട്. മക്കാക്കുരങ്ങിന്റെ കുട്ടികൾക്ക് അവരുടെ അമ്മയുടെ സാമീപ്യം കിട്ടിയില്ലെങ്കിൽ ജീവൻ വരെ അപകടത്തിലാകാം എന്നൊരു കാര്യമുണ്ട്. അതുകൊണ്ടാണ് പലരും വളരെയധികം ആശങ്കപ്പെട്ടത് പഞ്ചിന്റെ കാര്യത്തിൽ. മക്കാക്കുകളുടെ പേശികളുടെ ശക്തി വർദ്ധിപ്പിക്കുന്നതിനും സുരക്ഷിതത്വ ബോധത്തിനും വേണ്ടി അവരുടെ അമ്മമാരോട് കൂടുതൽ പറ്റിച്ചേർന്ന് നിൽക്കും. അമ്മ ഉപേക്ഷിച്ചതോടെ മറ്റു കുരങ്ങന്മാരും അടുപ്പിക്കാതായതോടെയാണ് പഞ്ച് ഒറ്റപ്പെട്ടത്. പക്ഷെ എന്തായാലും പഞ്ച് ഇപ്പോൾ ഒറ്റയ്ക്കല്ല, പഞ്ചിന് കൂട്ടുകാരെയൊക്കെ കിട്ടിയിട്ടുണ്ട്. ആശ്വാസകരം. അതേസമയം കൂടുതൽ പാവകളെയും കൂടി മൃഗശാലയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. കുട്ടിക്കുരങ്ങിന്റെ കയ്യിലുള്ള പാവ കേടുവന്നാൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള കൂടുതൽ പാവകളെ കൂടി എത്തിച്ചിരിക്കുന്നത്. ഒരു ദിവസം അവന് ആ പാവ വേണ്ടാതാകും. ഇപ്പോൾ അവൻ മറ്റു കുരങ്ങന്മാരോട് സംസാരിക്കാൻ ശ്രമിക്കുന്നു. അവൻ സാവധാനം കൂട്ടത്തിലേക്ക് ചേരുകയാണ് എന്നാണ് മൃഗശാല ജീവനക്കാർ പറയുന്നത്. പഞ്ചിനെ മറ്റു കുരങ്ങുകളുമായി ഇടപഴകാനായി മൃഗശാല അധികൃതരും ശ്രമിക്കുന്നുണ്ട്. പഞ്ച് മറ്റു കുരങ്ങന്മാരെ കൂട്ടത്തിൽ അവരിലൊരാളായി മാറട്ടെ എന്ന് ആശംസിക്കലും ആഗ്രഹിക്കുന്നവരും ഏറെയാണ്.